ഗൈസ്, അപ്പം ഇത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഓ മൈ ഗോഡ്, ഇതെൻ്റെ വൈഫ് കാണാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിത് പബ്ലിക്കായി ഇടാൻ വേണ്ടിയിട്ട്, ബിക്കോസ് അവളിവിടെ ഇല്ല ഗൈസ്. ഷീസ് ഗോഡ്. എന്താ സംഭവിച്ചത്? ഇന്ന് മോർണിംഗൊക്കെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്തം നടന്ന് അതിന് അവൾ പോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ തിരിച്ചു വരിക ബേബി. ഞാൻ സൗണ്ടൊക്കെ പോയിട്ടോ, കുറേ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല. അപ്പം വീഡിയോ കാണാൻ എൽഫി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. ഐ എം യുവർ ഹസ്ബൻഡ് വെയിറ്റിംഗ് യു. ഇത് എന്താ പറയുക, ചുമ്മാ പറയില്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയുകയാണ്. അയ്യോ, ഇതെങ്ങനെ പറയും ഗൈസ്? ബാക്കിൽ അത് നടച്ചാലട്ടെ ഒരു മിനിറ്റ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് മോർണിംഗ് ഒക്കെ ഞങ്ങൾ നല്ല ചില്ലായിട്ടിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ല, ഫുൾ ചിൽ വൈബൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു കുറച്ച് ലേസും ബിങ്കോയും കുറച്ച് ചോക്ലേറ്റ്. അവൾക്കാണ് എന്ത് ഭയങ്കര ചോക്ലേറ്റ് ക്രേവിങ്സ്. അപ്പോൾ ഞങ്ങൾ ചെന്നാൽ കുറച്ച് ചോക്ലേറ്റും സാധനങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ വാങ്ങി ഇൻസ്റ്റാമാർട്ട് ചെയ്ത് സാധനം ഇവിടെ എത്തി. ഞങ്ങൾ കഴിച്ചു, ലൈസ് കഴിച്ചു, ബിങ്കോ കഴിച്ചു, പടമൊക്കെ തുടങ്ങി. പടമൊക്കെ കണ്ട് ജില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി കുഴപ്പമില്ല, ഇന്ന് രാത്രി ഞങ്ങൾ പുറത്ത് പോയി, ഫുൾ വൈബായിരുന്നു. ഇന്ന് രാവിലെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചോക്ലേറ്റ് ഫുള്ള് കഴിച്ച്, എന്നിട്ട് ലാസ്റ്റ് ഫുള്ള് രണ്ട് ഗാലക്സി, 2 മഞ്ച്, പിന്നെന്തൊക്കെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനത്തെ കുറേ സാധനങ്ങളായിരുന്നു. എനിക്ക് പച്ച ലൈസ്, ഞാൻ ഇപ്പോൾ പച്ച ലൈസ് കഴിക്കണം. എനിക്ക് പച്ച ലൈസ് അങ്ങനത്തെ സാധനങ്ങളാണ്. ഇപ്പോൾ ബേബി ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഞാൻ കഥ പറഞ്ഞിട്ട്. അങ്ങനെ ലൈസ് കഴിച്ച്, ബിങ്കോ കഴിച്ച്, ലാസ്റ്റ് ചോക്ലേറ്റ് എത്തി. ഞാനൊരു മഞ്ച് എടുത്ത് പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച്. എൻ്റെ ഭാഗ്യം ഇവിടെ കോമഡി ഇല്ല, സീരിയസ് സംഭവം എന്താ വെച്ചാൽ, നമുക്കത് കോമഡി ആയിരിക്കും, പക്ഷെ ചിലർക്ക് ഇത് കോമഡി അല്ല. ഒരു ഗാലക്സിയും കഴിച്ച് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അലിയിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എന്നിട്ട് അവളുടെ ഷർട്ടിൻ്റെ അവിടെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു കഷ്ണം അത് വീണ് പോയതാണ്. വീണ് പോയതല്ലേ, കവർന്നത് അലിഞ്ഞൊരു കഷ്ണം ചെറുത് വീണതല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ കഷ്ടകാലത്തിന് ഞാനതിങ്ങനെ തോണ്ടി എന്ന് പറഞ്ഞാൽ ആ കഷ്ണം ഇങ്ങനെ എടുത്ത് വായിലിട്ടു. എൻ്റെ പൊന്നെ, ഫുൾ ടെറർ. അപ്പോൾ ചോദിച്ചു ചോക്ലേറ്റ്. അപ്പോൾ പറഞ്ഞ് ലാസ്റ്റ് പീസ് അവൾ മാറ്റി വെച്ചത്, അതായത് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ചതായിരുന്നു കേസ് ഇവിടെ, അത് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ കണ്ടപ്പം വീണ് പോയതാണ്, അലിഞ്ഞിൽ വെച്ച്. ഇവിടെ വയ്ക്കുമ്പോൾ കുറച്ച് ചെറുതായി അലിഞ്ഞിന്, ഗാലക്സി പെട്ട അലിയല്ലോ. ഇവിടെ ഉണ്ട് ഞാൻ വായിട്ട്, ഞാൻ അതേമാതിരി വായന്നിങ്ങനെ എടുത്ത് കൊടുത്തു. പക്ഷെ അവൾ വേണ്ട പറഞ്ഞ് ഞാൻ തന്നെ അത് കഴിച്ച്. ഞാൻ വിചാരിച്ചത് അതോടുകൂടി കഴിഞ്ഞു, പക്ഷേ ഷീ എസ്കലേറ്റഡ് ദ പ്രോബ്ലം ആൻഡ് ഷീ വാണ്ട് ഇറ്റ് അഗെയിൻ. അപ്പോൾ ഞങ്ങൾക്ക് സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് ചെയ്യുക, അവിടെ മൊത്തം ചറവറ. എനിക്ക് ഇന്നത് പോയി, ഞാൻ ലാസ്റ്റ് തിന്നാൻ വെച്ചത് പോയി, മൊത്തം കോമഡി. അപ്പോൾ ഞാൻ എന്താ പറയുക, എസ്കലേറ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞാൻ സ്വിഗ്ഗി എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് സ്റ്റോക്ക് ഔട്ട്. ഓ മൈ ഗോഡ്, സ്റ്റോക്ക് ഔട്ടേ. മഞ്ച് പറ്റില്ല, മറ്റില്ലേ ഇത് ഡയറി മിൽക്ക് പറ്റില്ല, ഇവൻ കിൻഡർ ജോയ് പോലും പറ്റില്ല. അവൾക്ക് ഗാലക്സി തന്നെ വേണം. അങ്ങനെ ഞാൻ പറഞ്ഞ് നമ്മൾ പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വരുമ്പോഴത്തേക്കും ഞാൻ പോയി വാങ്ങിക്കോളാമെന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവൾ ഊബർ വിളിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ ഫ്ലാറ്റിൽ നിന്നും പോയി ഡയറി മിൽക്ക് അല്ല ഗാലക്സി വാങ്ങി. ദിസ് ഇസ് ക്രേസി. ഓ മൈ ഗോഡ്, എനിക്ക് ഇത്രയൊക്കെ ക്രേവിങ്സ് ചോക്ലേറ്റിനോട് ഉണ്ടാവും. സോ ഞാനിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇപ്പം ഇത് പോസ്റ്റ് ചെയ്യാണ്. എല്ലാവരും അറിയട്ടെ, അവളുടെ ചോക്ലേറ്റ് ഭ്രാന്ത് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അത് ചെയ്യുന്നത്. ബട്ട് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഈ ലാസ്റ്റ് ബൈറ്റ് കിട്ടാത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. എനിക്കിങ്ങനെ അറിയില്ല. ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗാലക്സി എന്നെ വേണമെന്നില്ലല്ലോ, വേറെ ചോക്ലേറ്റ് ആയാലും പോരെ. എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഐ എം ഹെൽപ്ലെസ് ഗൈസ്. അപ്പം നമ്മളുടെ കുട്ടീനെ കാണാനില്ല. ഈ വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലും ഇതിപ്പം തന്നെ ഇടല്ലോ, അപ്പം ഇപ്പം തന്നെയാണ് പോയതും. സോ
ആരെങ്കിലും ഒരു ഗേൾ ഷോപ്പിൽ നിന്ന് ഗാലക്സി വേണമെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ഗാലക്സി കൊടുക്കണം. ഓക്കെ, ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കാണ് താക്കൾ. കാരണം ഒരുവിധ ഷോപ്പിലൊന്നും ഗാലക്സി ഉണ്ടാവില്ല, എല്ലായിടത്തും മഞ്ജു ഡയറി മിൽക്ക് കേക്ക്. എന്തൊക്കെ അവിടെ നിന്ന് എന്തൊക്കെ ഈ കൊച്ചു കാലത്ത് നടക്കണത്. ഇനി ഇവളാരെയും പിടിച്ച് തല്ലോ പഠിച്ചോനെ ഗാലക്സി ഇല്ലാന്നിട്ട് നല്ല കലിപ്പില്ല. ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും എൻ്റെ കാര്യം തീരുമാനമാവും, അത് വേറെ കാര്യം. എനിവേ ഞാനൊരു പോളിസി എടുത്തിരിക്കാം. ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നാളത്തെ വീഡിയോയിൽ തരാം. എന്താണ് പറഞ്ഞ് തിരിച്ചു വന്നാൽ അറിയുള്ളൂ എന്താണ് സംഭവം. ഐ എം സോ എക്സൈറ്റഡ് ടു നോ അബൌട്ട് ദി സ്റ്റെപ്സ്. അയ്യോ, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ട് അവൾ കാണാൻ വേണ്ടി താഴെ നിങ്ങളുടെ എല്ലാം കമൻറ്റ്. നമുക്ക് കമൻറ്റ് സെക്ഷൻ മൊത്തം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം കമൻറ്റ്. അവളിത് കാണണം, യു നോ വാട്ട് ഐ മീൻ. സോ മാക്സിമം കമൻറ്റ്. പിന്നെ നിങ്ങൾ ഇനി അവളെ സപ്പോർട്ട് ചെയ്യണം, ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതേമാതിരി പ്രാന്തുണ്ടെങ്കിൽ അതൊന്നും താഴത്ത് കമൻറ്റ് ചെയ്തോ. ബൈ ഗൈസ്. ഇങ്ങനെ അടി പണിയൊക്കെ തരുന്നത്.